ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ഏറ്റവും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണെന്നാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വീഡിയോയിൽ പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ട്സ് പോലും റെക്കമെൻഡേഷൻസ് അല്ല. നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ചും കൂടെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മ്യൂച്വൽ ഫണ്ട് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. പിന്നെ എന്തിനാണ് ഈ വീഡിയോ എടുക്കുന്നത്? ഈ വീഡിയോ എടുക്കുന്നതിന്റെ ബേസിക് കാരണം, പല ആൾക്കാരും ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ഏത് മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുടെ ബേസിക് ആയുള്ള ഉദ്ദേശം. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് ഫണ്ട് പിക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല വലിയ കാര്യം ഇരിക്കുന്നത്. നിങ്ങൾ ഏത് ഫണ്ട് പിക്ക് ചെയ്താലും എത്ര നാൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നു, എത്ര പൈസ നിങ്ങൾ വീണ്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ആക്ച്വലി വെൽത്ത് ഉണ്ടാക്കുക എന്നുള്ള കാര്യം ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെ ആ ഒരു കാര്യത്തിന് തീരുമാനിക്കുക. ഏത് ഫണ്ട് എടുക്കുന്നുള്ള കാര്യം ആക്ച്വലി സെക്കൻഡറി ഉള്ള കാര്യമാണ്. കാരണം നമ്മൾ ഏത് കാറ്റഗറിയിലും, ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ആയിക്കോട്ടെ, മിഡ് ക്യാപ്പ് ആയിക്കോട്ടെ, സ്മോൾ ക്യാപ്പ് ആയിക്കോട്ടെ, ഏത് കാറ്റഗറിയിലും ഏറ്റവും വേസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള ഫണ്ട് പോലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള റിട്ടേൺസ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ വേസ്റ്റ് ഫണ്ട് പോയി തപ്പി എടുക്കേണ്ട ആവശ്യമില്ല. പാസ്റ്റ് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റിട്ടേൺസ് ഓൾറെഡി തന്ന മ്യൂച്വൽ ഫണ്ട്സ് പിക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ ഡിസിഷൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ നിങ്ങളെ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഈ ഒരു പ്രോസസ്സ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഏതൊക്കെ തരം മ്യൂച്വൽ ഫണ്ട്സ് ഇന്ത്യയിൽ ഉണ്ട്, അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൽ ഏറ്റവും ബെസ്റ്റ് എങ്ങനെ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ പ്രോപ്പർ പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട്സിന്റെ ബിഗിനർ മുതൽ അഡ്വാൻസ് ലെവൽ വരെ നമ്മൾ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കൂപ്പൺ കോഡും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ 20% ഓഫറും കിട്ടുന്നതായിരിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യം തീർച്ചയായും ജോയിൻ ചെയ്യാം. നമുക്ക് കാറ്റഗറി വൈസ് പോകാം. ആദ്യം നമുക്ക് ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്സിന്റെ കാര്യം നോക്കാം. ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ടോപ്പ് 100 കമ്പനീസ് ആണ്. അതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആണ് ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്സ്. ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിട്ടേൺസ് അത്യാവശ്യം നല്ല ഉണ്ടാവും, പക്ഷേ കൂടുതൽ ഇതിന് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഇപ്പോൾ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്സ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിരിക്കും. വോളറ്റിലിറ്റിക്ക് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് കുറഞ്ഞ് എന്നാൽ റിട്ടേൺസ് മോശമില്ലാത്ത രീതിയിൽ കിട്ടണമെങ്കിൽ നമുക്ക് ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്സ് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ലാർജ് ക്യാപ്പ് കാറ്റഗറിയിൽ 3 മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് 2025 വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊന്ന് നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്പ് ഫണ്ട് ഉണ്ട്, രണ്ടാമത് ICICI Prudential ലാർജ് ക്യാപ്പ് ഫണ്ട് ഉണ്ട്, മൂന്നാമത് കാനറ റോബേക്കോ ലാർജ് ക്യാപ്പ് ഫണ്ട് ഉണ്ട്. ഈ 3 ഫണ്ടുകളുടെയും കഴിഞ്ഞ 3 ഇയേഴ്സ്, 5 ഇയേഴ്സ് ആൻഡ് 10 ഇയേഴ്സിലെ റിട്ടേൺസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. മാത്രമല്ല ഈ ലാർജ് ക്യാപ്പ് കാറ്റഗറിയിൽ പല മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ആവറേജ് റിട്ടേൺസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒബ്വിയസ്ലി ഈ 3 ഫണ്ടുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കഴിഞ്ഞ 3 ഇയേഴ്സിലായിക്കോട്ടെ, 5 ഇയേഴ്സിലായിക്കോട്ടെ, 10 ഇയേഴ്സിലായിക്കോട്ടെ, അതിൻ്റെ കാറ്റഗറി ആവറേജിനെ ബീറ്റ് ചെയ്ത ഫണ്ട്സ് ആണ്. അപ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള റിട്ടേൺസ് വന്ന ഫണ്ട്സ് ആണ്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിപ്പോൺ ഇന്ത്യയൊക്കെ ലാസ്റ്റ് 10 ഇയേഴ്സിൽ 16% CAGR കോമ്പൗണ്ട് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര റിട്ടേൺസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്ത 10 വർഷത്തിലും ഈ നിപ്പോൺ ഇന്ത്യ ഇതുപോലത്തെ റിട്ടേൺസ് തരുമോ എന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. ഇവൻ നിപ്പോൺ ഇന്ത്യയുടെ ഫണ്ട് മാനേജറിന് പോലും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അത്യാവശ്യം ഒരു സർട്ടനിറ്റിയിൽ പറയാം, ഈ ഫണ്ട് ഭയങ്കര പൊട്ടയാവാനുള്ള ചാൻസ് ഇല്ല. കഴിഞ്ഞ 10 വർഷം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത 10 വർഷത്തിലും ഭയങ്കര മോശമാനുള്ള ഒരു ചാൻസ് നമുക്കില്ല. മാത്രമല്ല ആ ഒരു കാര്യം മതി. നിങ്ങൾക്ക് അടുത്ത 10 വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ഫണ്ട് നിങ്ങൾ തപ്പി നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അടുത്ത 10 വർഷത്തിൽ ഡീസൻ്റ് ആയ റിട്ടേൺസ് കിട്ടുകയാണെങ്കിൽ തന്നെ അത് 16% വരെ 14 ആണെങ്കിലും 12 ആണെങ്കിലും യു ആർ വെൽ ഓഫ്. നിങ്ങൾ നല്ലോണം പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന് നിങ്ങൾ അടുത്ത 10 വർഷമോ 15 വർഷമൊക്കെ നിങ്ങൾ ആ ഫണ്ട് അല്ലെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റിംഗ് നിങ്ങൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നാൽ, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾ ആക്ച്വലി പൈസ ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം തീരുമാനിക്കുക. റിട്ടേൺസ് ചിലപ്പം ഈ ഫണ്ടും വേറെ ഫണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾ റിട്ടേൺസ് ഉണ്ടാക്കുന്നുണ്ടോ, നിങ്ങൾ ആക്ച്വലി വെൽത്ത് ഉണ്ടാക്കുന്നുള്ള കാര്യം തീരുമാനിക്കുക. നിങ്ങൾ ഫണ്ട് സെലക്ട് ചെയ്ത് അത് എത്ര നാൾ ഹോൾഡ് ചെയ്യുന്നുള്ള കാര്യമാണ്. മാത്രമല്ല അതിൻ്റെ ഇടയിൽ നിങ്ങൾ എത്രത്തോളം ഇൻവെസ്റ്റ് ആക്ച്വലി പൈസ ഇട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് തീരുമാനിക്കുക. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണാം. ലോങ് ടേമിൽ ശരിക്കും നിങ്ങൾക്ക് വെൽത്ത് ഒക്കെ ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വീഡിയോ എന്തെങ്കിലും കാണണം. ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഹലോ എവരിവൺ. അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിന്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും, മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കുകയും അതുവഴി അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഇതിൽ ഏതെങ്കിലും 3 ഫണ്ടിൽ ഒരു ഫണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് അതിനെപ്പറ്റി കൂടുതൽ നിങ്ങളുടെ ഭാഗത്തുള്ള റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഈ ലിസ്റ്റിലെ 3 ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾ കണ്ടുവെച്ച ഒരു ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, ആ ഫണ്ടിനെ നിങ്ങൾക്ക് ഈ ഫണ്ടുകളുടെ ഹിസ്റ്ററിയുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം. ലാസ്റ്റ് 3 ഇയേഴ്സിലും 5 ഇയേഴ്സിലും 10 ഇയേഴ്സിലൊക്കെ നിങ്ങൾ നോക്കി വെച്ച ഫണ്ട് ഈ ഫണ്ടിനെക്കാളും ബെറ്റർ ആണെങ്കിൽ ഒബ്വിയസ്ലി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങൾ ഓൾറെഡി ഓൺ ചെയ്യുന്ന ഫണ്ട് ഇതിനേക്കാളും മോശമാണെങ്കിലോ അപ്പോഴും നിങ്ങൾ അത് മാറ്റേണ്ട ഒരു ആവശ്യമില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാസ്റ്റ് ഡേറ്റ് ആണ്.
അടുത്ത 10 വർഷത്തിൽ അടുത്ത 5 വർഷത്തിൽ എന്ത് സംഭവിക്കുന്ന കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫണ്ട് ഇപ്പോൾ ഈ ഒരു ഫണ്ടിനെ കാളിൽ നോക്കുമ്പോൾ ഇത് 26.5% അല്ലേ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് വല്ല 24% ഉണ്ടാക്കിയുള്ളെങ്കിൽ നിങ്ങൾ ചാടിക്കയറി ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം അത് ലാസ്റ്റ് 5 ഇയേഴ്സിൽ നടന്നതാണ്. അടുത്ത 5 ഇയേഴ്സിൽ ചിലപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടായിരിക്കും ചിലപ്പോൾ 26%, ഇത് 24% തരാം. അപ്പോൾ അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വളരെ ചെറിയ റിട്ടേൺസിൻ്റെ ഡിഫറൻസിന് നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് കാര്യമില്ല. ഫോർ എക്സാമ്പിൾ ചിലർ ഇങ്ങനെ ചെയ്യും, ഇതിൽ 16.05 ആണ്, എന്നാൽ ഇത് 15.74 ഉള്ളൂ, അപ്പോൾ ഏതാ ബെറ്റർ, അപ്പോൾ ഇതാ ബെറ്റർ എന്ന് പറയും. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ജസ്റ്റ് ഒരു ലാസ്റ്റ് 10 ഇയേഴ്സിൽ നമ്മൾ നോക്കിയപ്പോൾ റിട്ടേൺ ആണ്. അടുത്ത വെറും 3 മാസം ഈ ഒരു ഫണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടും ഈ ഫണ്ട് അത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ ഈ ഡേറ്റ തന്നെ മാറും. ഈ 10 ഇയേഴ്സിൽ ഇവരുണ്ടാക്കിയ റിട്ടേൺസ് ചിലപ്പോൾ ഫ്ലിപ്പ് ആവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും വലിയ പോയിന്റ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 1% 2% റിട്ടേൺസ് കൂടുതൽ കുറവുണ്ടാക്കിയതുകൊണ്ട് വലിയ ഡിഫറൻസ് ഒന്നും ഫ്യൂച്ചറിൽ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ഇവിടെ ആകെ ചെയ്യാനുള്ളത് ഈ കാറ്റഗറി ആവറേജിനെക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്ത് ഏത് ഫണ്ട് പിക്ക് ചെയ്താലും ഓക്കെയാണ്. അതിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന 3 ഫണ്ട്സാണ്. ഇനി നിങ്ങൾക്ക് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഈ ഫണ്ട് പിക്ക് ചെയ്യുക, ഏതാണ് ബെറ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇൻഡെക്സിൽ 2 ഇൻഡെക്സുകളാണ് ലാർജ് ക്യാപ് കാറ്റഗറിയിലുള്ളത്. ഒന്ന് നിഫ്റ്റി 50, ഇന്ത്യയിലെ ടോപ്പ് 50 കമ്പനീസ് ഏതാണോ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ വെയിറ്റേജ് കൊടുത്തിട്ട് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ഫണ്ടാണ് നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട്. ഇത് നിങ്ങൾ ഏത് കമ്പനിയുടെ ഏത് AMCയുടെ വാങ്ങിച്ചാലും വിഷയമുള്ള കാര്യമല്ല. കാരണം എല്ലാം റെപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ് നിഫ്റ്റി 50 ആണ്. അതായത് ഇന്ത്യയിലെ 50 സ്റ്റോക്സ് ആണ് റെപ്ലിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു 50 കമ്പനീസ്, ഏറ്റവും വലിയ 50 കമ്പനീസിലേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എക്സ്പോഷർ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് 3 ഇയേഴ്സിലും 5 ഇയേഴ്സിലും 10 ഇയേഴ്സിൻ്റെ റിട്ടേൺസ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതാണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പാസ്റ്റ് ഡേറ്റയാണ്. പാസ്റ്റിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ 3 എണ്ണത്തിനെ പിക്ക് ചെയ്ത് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഈ 3 എണ്ണമാണ് ബെറ്റർ. അടുത്ത 10 വർഷത്തിൽ ഈ 3 ഫണ്ടുകൾ ഈ നിഫ്റ്റി 50നെ പറ്റിയോ എന്നുള്ള ആരും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതായത് ഞാൻ സെലക്ട് ചെയ്യുന്ന ഫണ്ട് നിഫ്റ്റി 50 റിട്ടേൺസ് ഉണ്ടാക്കുമോ എന്നുള്ള സംശയമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഈ ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാറ്. ഇനി നിഫ്റ്റി 50 അല്ലാതെ മറ്റൊരു ലാർജ് ക്യാപ് ഇൻഡെക്സ് ആണ് നിഫ്റ്റി നെക്സ്റ്റ് 50. പേരുള്ള പോലെ തന്നെ ആദ്യത്തെ 50 കമ്പനീസ് നിഫ്റ്റി 50, അടുത്ത 50 കമ്പനീസ് ആണ് നിഫ്റ്റി നെക്സ്റ്റ് 50. അപ്പോൾ കുറച്ചും കൂടി ചെറിയ കമ്പനീസ് ആയിരിക്കും റിലേറ്റീവ്ലി നോക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ് കുറച്ചും കൂടി ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മൾ പാസ്റ്റ് റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നെക്സ്റ്റ് 50യുടെ 16.4%, 21.4%, 13.8. അതേ ലാർജ് ക്യാപ് നമ്മുടെ കാറ്റഗറി ആവറേജ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി റിട്ടേൺസ്, സ്ലൈറ്റ്ലി മോർ റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ റിട്ടേൺസിൽ നിങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നിഫ്റ്റി നെക്സ്റ്റ് 50യിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ചിലൊരു സംശയം വരും ചിലർക്ക്, ഇതിപ്പോൾ എന്തിനാണ് നമ്മൾ നിഫ്റ്റി 50നെ കൺസിഡർ പോലും ചെയ്യുന്നത്, എങ്ങനെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നെക്സ്റ്റ് 50 അല്ലേ ബെറ്റർ. മനസ്സിലാക്കേണ്ട കാര്യം, റിട്ടേൺസ് കൂടുമ്പോൾ ഇവിടെ റിസ്ക്കും കൂടുന്നതായിരിക്കും. അതായത് നിഫ്റ്റി 50 ഗ്രോ ചെയ്യുന്ന മേ ബി ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് 50 ഗ്രോ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് വോളറ്റിലിറ്റി കുറച്ച് കൂടുതലായിരിക്കും. താഴേക്ക് പോകുമ്പോൾ കൂടുതൽ താഴേക്ക് പോകും, മുകളിലേക്ക് പോകുമ്പോൾ കൂടുതൽ മുകളിലേക്ക് പോകും. അപ്പോൾ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ, നിങ്ങൾക്ക് കുറച്ചുകൂടി റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അത്രയും കപ്പാസിറ്റി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിഫ്റ്റി 50 ആയിരിക്കും ബെറ്റർ. ഇനി അതല്ല, നിങ്ങൾക്ക് ലാർജ് ക്യാപ്പിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇതുപോലത്തെ ഫണ്ട്സ് കണ്ടുപിടിച്ചിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്, അത് നിഫ്റ്റി 50 ബീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്റ്റോക്സ് പിക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആണ്, അത് നിങ്ങൾക്ക് പിക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ ഒരു ഗ്യാരണ്ടിയും ഇല്ല ഇനി അടുത്ത വർഷങ്ങളിൽ 5 ആയിക്കോട്ടെ 10 ആയിക്കോട്ടെ ഏത് വർഷങ്ങളിലാണെങ്കിലും ഈ നിഫ്റ്റി 50നെക്കാളും റിട്ടേൺസ് കൂടുതൽ നിങ്ങളുടെ ഫണ്ട് ഉണ്ടാക്കുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. അടുത്ത കാറ്റഗറിയാണ് മിഡ് ക്യാപ്പിൽ ഞാൻ 3 ഫണ്ട്സാണ് പറയുന്നത്. എല്ലാത്തിലും 3 ഫണ്ട്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ 3 ഫണ്ട്സ് HDFC മിഡ് ക്യാപ് ഫണ്ട്, ഒന്ന് എഡിൽവൈസ് മിഡ് ക്യാപ് ഫണ്ട്, മൂന്നാമത്തെ കോട്ടക് മിഡ് ക്യാപ് ഫണ്ട്. നമ്മൾ കഴിഞ്ഞ 10 വർഷമോ 5 വർഷമൊക്കെ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ 3 ഫണ്ട്സാണ് അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ള റിട്ടേൺസ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാറ്റഗറി ആവറേജിനെ വെച്ച് കമ്പയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റിട്ടേൺസ് ഉണ്ടാക്കിയ ഫണ്ട്സാണ്. മാത്രമല്ല റിസ്ക് മാനേജ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ, അതായത് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഈ ഫണ്ട് എത്രത്തോളം താഴേക്ക് പോകുന്നുള്ള കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിലും ഈ 3 ഫണ്ട്സും ഡീസെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ മിഡ് ക്യാപ് കാറ്റഗറിയിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഫണ്ട് നിങ്ങൾക്ക് പിക്ക് ചെയ്യാവുന്നതാണ്. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ഓൺ ചെയ്യുന്ന ഫണ്ട് ഇതിലില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ചിലപ്പം ഈ 3 ഫണ്ടിനെക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുക നിങ്ങളുടെ ഫണ്ടായിരിക്കും. ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഫണ്ട് ഈ കാറ്റഗറിനെക്കാളും അത്യാവശ്യം റിട്ടേൺസ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അത്ര തന്നെ റിട്ടേൺസ് ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ ഉറപ്പ് വരുത്തുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹോൾഡ് ചെയ്ത ഫണ്ട് ലാസ്റ്റ് ഒരു 10 ഇയേഴ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ 3 ഇയേഴ്സിൻ്റെ ഡേറ്റിന് അത്ര നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ലാസ്റ്റ് 5 ഇയേഴ്സിലും 10 ഇയേഴ്സിലും നോക്കുകയാണെങ്കിൽ 10 ഇയേഴ്സിൽ ഒരു 13% ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ അത് കാറ്റഗറി ആവറേജിനാളും കുറച്ച് വളരെ കുറവാണ്. അപ്പോൾ അതൊരു നല്ലൊരു സൈൻ അല്ല. മേ ബി നിങ്ങൾ സ്വിച്ച് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. പക്ഷേ നിങ്ങൾ ഓൾറെഡി ഓൺ ചെയ്യുന്ന ഫണ്ട് ഇപ്പം മേ ബി ലാസ്റ്റ് 10 ഇയേഴ്സിൽ നോക്കുകയാണെങ്കിൽ 15.5% ഉണ്ടാക്കിയിട്ടുണ്ട്, വിച്ച് ഇസ് ഓക്കെ. കാറ്റഗറി ആവറേജിന് അത്ര തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കാവുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ആക്റ്റീവ്ലി മാനേജ് ചെയ്യുന്ന മിഡ് ക്യാപ് ഫണ്ട് പിക്ക് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ, ഒരു അനാലിസിസ് പാരാലിസിസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, അത് ഓവർ അനലൈസ് ചെയ്ത് ഏത് പിക്ക് ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ഇവിടെ ഒരു ഇൻഡെക്സ് ഫണ്ട് ഉണ്ട്. ആ ഇൻഡെക്സ് ഫണ്ടിൻ്റെ പേരാണ് മിഡ് ക്യാപ് 150 ഇൻഡെക്സ് ഫണ്ട്. അതായത് മിഡ് ക്യാപ് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 100
കമ്പനീസ് കഴിഞ്ഞിട്ടുള്ള വരുന്ന 150 കമ്പനീസാണ്. ആ 150 മിഡ് ക്യാപ് സ്റ്റോക്സും ഹോൾഡ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് നിഫ്റ്റി മിഡ് ക്യാപ് 150 ഇൻഡെക്സ്. അപ്പോൾ എല്ലാ സ്റ്റോക്സിനും നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടുന്നതായിരിക്കും. റിട്ടേൺസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ലാസ്റ്റ് 10 ഇയേഴ്സിലാണെങ്കിലും 5 ഇയേഴ്സിലാണെങ്കിലും 3 ഇയേഴ്സിലാണെങ്കിലും ഒക്കെ ഓൾമോസ്റ്റ് കാറ്റഗറി ആവറേജിനെക്കാളും, അതായത് ആക്റ്റീവ്ലി മാനേജ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സിന്റെ കാറ്റഗറി ആവറേജിനെക്കാളും റിട്ടേൺസ് നിഫ്റ്റി മിഡ് ക്യാപ് 150 ഇൻഡെക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ റിട്ടേൺസിൽ ഒട്ടും മോശമല്ല. ഈ റിട്ടേൺസിന്റെ കാര്യം മാത്രം നമ്മൾ ശരിക്കും നോക്കിയാൽ പോരാ, നമ്മൾ റിസ്കിന്റെ കാര്യം കൊണ്ട് നോക്കണം. അപ്പോൾ ഇൻഡെക്സിന്റെ ഒരു ചെറിയൊരു ഫോൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റിസ്ക് മാനേജ്മെന്റ് അത്രയും ആക്റ്റീവ്ലി ആരും ചെയ്യുന്നില്ല. അതായത് ആ 150 സ്റ്റോക്സ് താഴേക്ക് പോകുമ്പോൾ ഈ ഇൻഡെക്സും താഴേക്ക് പോകും. അപ്പം നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്, നിങ്ങൾ ആ ഒരു ഇൻഡെക്സിൻ്റെ മ്യൂച്വൽ ഫണ്ടെല്ലാം ഹോൾഡ് ചെയ്താൽ അതും താഴേക്ക് പോകുന്നതായിരിക്കും. എന്നാൽ ഈ ആക്റ്റീവ്ലി മാനേജ് മ്യൂച്വൽ ഫണ്ട്സ്, നല്ല മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിൽ പൊതുവേ നമ്മൾ കാണുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ ഇൻഡെക്സ് ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ ഈ ആക്റ്റീവ്ലി മാനേജ് മ്യൂച്വൽ ഫണ്ട്സ് അവർ ആക്ച്വൽ മാനേജേഴ്സ് ആണത് പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അവർ കുറച്ചുകൂടി ഡിഫെൻസീവ് ആയിട്ടുള്ള സ്റ്റോക്സിലേക്ക് അവരുടെ പോർട്ട്ഫോളിയോക്ക് ഷിഫ്റ്റ് ചെയ്ത് ആ ഒരു മ്യൂച്വൽ ഫണ്ട് അത്രയും താഴേക്ക് പോകില്ല. അപ്പോൾ ഇൻഡെക്സ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട്സ് താഴേക്ക് പോകും, പക്ഷേ മേ ബി ഇത്രയൊക്കെ പോകുന്നുണ്ടാവുള്ളൂ. ഇതെല്ലാ ആക്റ്റീവ്ലി മ്യൂച്വൽ ഫണ്ട്സിന് വർക്ക് ചെയ്യുന്നതല്ല, നല്ല നല്ല ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഡൗൺ സൈഡ് റിസ്ക് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മേ ബി ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കും നിങ്ങൾ കുറച്ചുകൂടി പ്രിഫർ ചെയ്യേണ്ടത്. പക്ഷേ അവിടെ മനസ്സിലാക്കണം, ഇതിൻ്റെയൊക്കെ എക്സ്പെൻസ് റേഷ്യോ ഇൻഡെക്സിനെക്കാളും കുറച്ചുകൂടി കൂടുതലാണ്. മാത്രമല്ല നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഫണ്ട് അടുത്ത 5 വർഷത്തിൽ 10 വർഷത്തിൽ എന്ത് ചെയ്യുന്ന കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ലൈഫിൽ വേണ്ടെങ്കിൽ ഇൻഡെക്സ് ഫണ്ടായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ നമ്മൾ വരികയാണെങ്കിൽ സ്മോൾ ക്യാപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺസ് ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ റിസ്ക്കും വളരെ കൂടുതലായിരിക്കും. അതായത് ലാർജ് ക്യാപ്പ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ മിഡ് ക്യാപ്പ് മേ ബി ഇങ്ങനെ ആയിരിക്കും പോവുക, സ്മോൾ ക്യാപ്പ് ഇങ്ങനെ ആയിരിക്കും പോവുക. ഇത്ര എക്സാജറേറ്റഡ് അല്ല ശരിക്കും ഉണ്ടാവുക, പക്ഷേ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. സ്മോൾ ക്യാപ്പിൽ 3 ഫണ്ട്സാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫണ്ടാണ്. 2 HDFC സ്മോൾ ക്യാപ് ഫണ്ട്. 3 ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട്. 3 ഫണ്ട്സും ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ നല്ല റിട്ടേൺസ് ഉള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ് ഉള്ള ഒരു ഫണ്ടാണ്. റിട്ടേൺസിൻ്റെ കാര്യമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ അവോയ്ഡ് ചെയ്തൊരു ഫണ്ടാണ് ക്വാൺ സ്മോൾ ക്യാപ് ഫണ്ട്. റിട്ടേൺസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 5 ഇയേഴ്സിലേക്ക് ഇതിനേക്കാളൊക്കെ ഭയങ്കര റിട്ടേൺസ് ഉണ്ടാക്കിയ ഫണ്ടാണ്. പക്ഷേ കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫണ്ടിൻ്റെയും ഫണ്ട് മാനേജറിൻ്റെയും പേരിൽ ഒരു ഫ്രണ്ട് റണ്ണിങ് അലിഗേഷൻ, അതായത് ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോൺടെക്സ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ക്വാൺ സ്മോൾ ക്യാപ്പിനെ നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്തിരിക്കുന്നത്. സ്മോൾ ക്യാപ് കാറ്റഗറിയിലും ഒരു ഇൻഡെക്സ് ഫണ്ട് ഉണ്ട്. അതിൻ്റെ പേരാണ് സ്മോൾ ക്യാപ് 250 ഇൻഡെക്സ് ഫണ്ട്. ബേസിക്കലി സ്മോൾ ക്യാപ് കാറ്റഗറിയിലെ എല്ലാ 250 സ്റ്റോക്സും ഹോൾഡ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ഫണ്ടാണ്. ഇനി ഈ ഒരു ഇൻഡെക്സ് ഫണ്ട് റിട്ടേൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മോശമൊന്നുമില്ല. ഈ കാറ്റഗറി ആവറേജിനെ ഓൾമോസ്റ്റ് അത്ര തന്നെ റിട്ടേൺസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഇൻഡെക്സ് ഫണ്ടിന് ഒരു വലിയ പ്രശ്നമുണ്ട്, ഇതിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് ഭയങ്കര മോശമാണ്. കാരണം ഈ സ്മോൾ ക്യാപ് സ്റ്റോക്സിൻ്റെ ഒരു പ്രത്യേകത, അതിൽ പല സ്റ്റോക്സും ജങ്ക് സ്റ്റോക്സ് ഉണ്ടാവും. പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കാത്ത, ലിക്വിഡിറ്റി ഒന്നും ഇല്ലാത്ത, അതായത് ആൾക്കാർ വാങ്ങാനും വെക്കുന്നതും ഭയങ്കര കുറവുള്ള സ്റ്റോക്സാണ് ലിക്വിഡിറ്റി ഇല്ലാത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്റ്റോക്സ് ഒക്കെ ഈ ഒരു ഇൻഡെക്സിൽ ഉണ്ടാവും. അപ്പോൾ മാർക്കറ്റ് ഭയങ്കര ഫോളോ ചെയ്യുമ്പോൾ, മാർക്കറ്റ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ലാർജ് ക്യാപ് ഇൻഡെക്സ് നിഫ്റ്റി ഒക്കെ ഇത്രയും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ഇൻഡെക്സ് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ആക്റ്റീവ്ലി മാനേജ് സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് അത്രത്തോളം ഫോളോ ചെയ്യില്ല. കാരണം അതിൽ കുറച്ചും കൂടി ക്വാളിറ്റി ബെറ്റർ ആയിട്ടുള്ള സ്റ്റോക്സ് ഒക്കെയാണ് അവർ ഹോൾഡ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഡൗൺ സൈഡ് റിസ്ക് കുറച്ച് കൂടുതലാണ്. അപ്പോൾ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ മോശമില്ലെങ്കിലും ആ ഡൗൺ സൈഡ് റിസ്ക് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഈ സ്മോൾ ക്യാപ്പിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ ഇൻഡെക്സ് ഫണ്ട് പൊതുവെ അത്രയും പ്രിഫർ ചെയ്യില്ല, അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ 3 കാറ്റഗറീസിലും ടോപ്പ് 3 മ്യൂച്വൽ ഫണ്ട്സ് ഏതാണെന്നുള്ള കാര്യം നമ്മൾ നോക്കി. ഞാൻ അടുത്ത ചോദ്യം വരുന്നത്, ഇതിൽ 3 എണ്ണത്തിൽ നമ്മൾ ഇടണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതിയോ, അത് എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുക? അപ്പോൾ അവിടെയാണ് നിങ്ങൾ അസറ്റ് അലോക്കേഷൻ്റെ കാര്യം നിങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇത് പല രീതിയിലും ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ ഒരു റിസ്ക് പ്രൊഫൈൽ ഒരു മോഡറേറ്റ് ഒക്കെ ആണെങ്കിൽ, അത് നിങ്ങൾ ഭയങ്കര റിസ്ക് എടുക്കുന്ന ആളല്ല, എന്നാൽ മോശമില്ലാത്ത റിസ്ക് എടുക്കേണ്ടി വരുമല്ലോ, കാരണം അല്ലാണ്ട് നിങ്ങൾക്ക് റിട്ടേൺസ് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരാളാണെങ്കിൽ, ഒരു മോഡറേറ്റ് റിസ്ക് പ്രൊഫൈൽ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ അലോക്കേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പൈസ. നിങ്ങളുടെ 100% പൈസയിൽ 60% നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാർജ് ക്യാപ്പിൽ ഇടാവുന്നതാണ്. 30% മിഡ് ക്യാപ്പിലും 10% സ്മോൾ ക്യാപിൽ ഇടാവുന്നതാണ്. ഇനി വീണ്ടും ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആയിട്ട് എടുക്കരുത്, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ് അസറ്റ് അലോക്കേഷൻ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഏജിനനുസരിച്ച് എങ്ങനെ നിങ്ങളത് കൂട്ടണം കുറയ്ക്കണം, മാത്രമല്ല ഇതൊക്കെ ജസ്റ്റ് ഇക്വിറ്റീസിലേക്കുള്ള അലോക്കേഷനാണ്. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമ്മുടെ കയ്യിലുള്ള പൈസയിൽ നമുക്ക് ഗോൾഡ് വേണം, നമുക്ക് കുറച്ച് ഡെറ്റ് വേണം. ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, FD പോലത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വേണം, അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൺസ് നിങ്ങൾ ഓരോ കാറ്റഗറിയിൽ ലാർജ് ക്യാപ്പിൽ 1, മിഡ് ക്യാപ്പിൽ 1, സ്മോൾ ക്യാപ്പിൽ 1 ഒന്നൊക്കെ മതി ഔട്ടോ, ഒന്നിൽ കൂടുതൽ വലിയൊരു പോയിന്റുള്ള കാര്യമല്ല. നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. മനസ്സിലാക്കേണ്ടത് ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ സ്മോൾ ക്യാപ്പ് 10 വരെ നിങ്ങൾക്ക് 20% 30% ആക്കാവുന്നതാണ്. മിഡ് ക്യാപ്പ് നിങ്ങൾക്ക് 30% വരെ 40% 50% ആക്കാവുന്നതാണ്. അതിനനുസരിച്ച് ലാർജ് ക്യാപ്പ് കുറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റിയാണ് ഇവിടെ മാറ്റർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഓരോരോ കാറ്റഗറിയിൽ ഓരോരോ ഫണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കാൻ താല്പര്യമില്ല, അതിന് സമയമില്ലെങ്കിൽ ഈ 3 കാറ്റഗറിക്ക് ഒറ്റ
ഒറ്റയടിക്ക് നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടുന്ന ഒരു ടൈപ്പ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ആ ടൈപ്പ് മ്യൂച്വൽ ഫണ്ടിൻ്റെ പേരാണ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്. അപ്പോൾ ഫ്ലെക്സി ക്യാപ് ഫണ്ടിൻ്റെ പ്രത്യേകത, ആ ഫ്ലെക്സി ക്യാപ് ഫണ്ടിന് ഏതിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാം. ലാർജ് ക്യാപ്പിൽ മാത്രമല്ല, മിഡ് ക്യാപ്പിൽ മാത്രമല്ല, സ്മോൾ ക്യാപ്പിലല്ല, മൂന്നിലും അവർക്ക് വേണേൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മിക്ക ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിനെ നമ്മൾ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ രീതിയിലുള്ള ഒരു ബ്രേക്കപ്പ് ആണ് ഉണ്ടാകുക. അതായത് ഓൾമോസ്റ്റ് അവരുടെ 60% പൈസ ലാർജ് ക്യാപ് സ്റ്റോക്സിലായിരിക്കും, 30% മിഡ് ക്യാപ്പിലായിരിക്കും, 10% സ്മോൾ ക്യാപ്പിലായിരിക്കും. എല്ലാവരും എക്സാക്ട്ലി ഇതെല്ലാം ഫോളോ ചെയ്യാം, പക്ഷേ ഓൺ ആൻ ആവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഈ ഒരു ലെവലാണ്. അപ്പോൾ ഒറ്റ സിംഗിൾ ഫണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ 3 എണ്ണത്തിലേക്ക് എക്സ്പോഷർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെക്സി ക്യാപ് കാറ്റഗറി എടുക്കാവുന്നതാണ്. അങ്ങനെയാണ് ഈ ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിൽ ഏറ്റവും ബെസ്റ്റ് ഫണ്ട്സ് ഏതാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 3 ഫണ്ട്സാണ് ഈ ഒരു ലിസ്റ്റിൽ വരുന്നത്. ഒന്ന് പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ് ഫണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഫണ്ടാണ്. ഏറ്റവും കൂടുതൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ്, ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പൈസ മാനേജ് ചെയ്യുന്ന സിംഗിൾ മ്യൂച്വൽ ഫണ്ടാണ്. ഓൾമോസ്റ്റ് 1 ലക്ഷം കോടിയിലധികം പൈസയാണ് ഇവരും ഈ ഒരു ഫണ്ടിലൂടെ മാത്രം മാനേജ് ചെയ്യുന്നത്. ലാസ്റ്റ് 3 ഇയേഴ്സിലും 5 ഇയേഴ്സിലും 10 ഇയേഴ്സിലും റിട്ടേൺസ് നോക്കിയാൽ അത്യാവശ്യം നല്ല റിട്ടേൺസ് ആണ്. രണ്ടാമത്തത് HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ്. വീണ്ടും വളരെ ഫേമസ് ആയിട്ടുള്ള ഫണ്ടാണ്. 80,000 കോടിയിൽ പ്ലസ് AUM, അത്രയും പൈസയാണ് ഇവർ മാനേജ് ചെയ്യുന്നത് ഈ ഒരു ഫണ്ടിലൂടെ മാത്രം. ഇപ്പോൾ ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിൽ 3 ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് ആണ് ഇവിടെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഇഷ്ടംപോലെ ഫണ്ട്സ് ഇവിടെ ഉണ്ട്. പക്ഷേ ലാസ്റ്റ് 10 ഇയേഴ്സ്, അതായത് ലോങ് ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു 3 ഫണ്ട്സ് ആണ് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റൊരു ഫണ്ട് വെച്ചിട്ട് ഈ ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്പിൻ്റെ ഈ പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെക്സി ക്യാപ് കാറ്റഗറി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്മോൾ ക്യാപ്പ് കൂട്ടുക, മിഡ് ക്യാപ്പ് കുറയ്ക്കുക, ആ പരിപാടി നടക്കില്ല. ആ ഫണ്ട് മാനേജർ എങ്ങനെയാണ് തീരുമാനിക്കുക, ആ ഒരു അസറ്റ് അലൊക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നാളെ നിങ്ങൾക്ക് തോന്നുകയാണ് സ്മോൾ ക്യാപ്പ് എനിക്ക് കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്താൽ കൊള്ളാമെങ്കിൽ അയാളത് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സെപ്പറേറ്റ്ലി സ്മോൾ ക്യാപ്പൊക്കെ വാങ്ങേണ്ടി വരും. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ മാത്രമാണ് ഈ ഫ്ലെക്സി ക്യാപ് കാറ്റഗറിക്ക് ഉള്ളത്. അല്ലാത്ത പക്ഷം ഏറ്റവും സിമ്പിളായുള്ള രീതി എന്താണ്, ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുക, ലാർജ് ക്യാപ്പിൽ ഏത് ഫണ്ടാണ്, മിഡ് ക്യാപ്പിൽ ഏത് ഫണ്ടാണ്, സ്മോൾ ക്യാപ്പിൽ ഏത് ഫണ്ടാണ്, ഇനി ഒന്നുമില്ല ഫ്ലെക്സി ക്യാപ്പിലാണെങ്കിൽ ഏത് ഫണ്ടാണെന്നുള്ള കാര്യം തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ എല്ലാവരും അങ്ങനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര രസമുള്ള കാര്യമായിരിക്കും. അപ്പോൾ തീർച്ചയായും അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഈ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി കൂടുതൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂപ്പൺ കോഡും കൂടി ഉപയോഗിച്ചാൽ 20% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഇതുപോലത്തെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.